ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനം അടുത്തു വരികയാണ്. അടുത്ത മാസം 20-നാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത്. 5 ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ പരമ്പരയിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാവും ഇന്ത്യ പോരിനിറങ്ങുന്നത്. പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആഴ്ച ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ രോഹിത്തിന്റെ വഴിയെ ഇതിഹാസ ബാറ്റർ കൂടിയായ മുൻ ക്യാപ്റ്റനും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇക്കാര്യം BCCI അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ തീരുമാനം പുനരാലോചിക്കുമെന്നാണ് കോഹ്ലിയുടെ BCCI ആവശ്യപ്പെട്ടിരിക്കുന്നത്. രോഹിതിനെ കൂടാതെ കോഹ്ലിയും കളിച്ചില്ലെങ്കിൽ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീം എങ്ങനെയാവുമെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെയധികം വേദനയോടെയാണ് ഇരു താരങ്ങളും വിരമിക്കൽ അറിയിച്ചത്. രോഹിത് ശർമ്മയുടെ അപ്രതീക്ഷിത വിരമിക്കലോടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിൽ സായി സുദർശൻ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്യും. നേരത്തെ പര്യടനത്തിൽ ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നത്. മിന്നുന്ന പ്രകടനമാണ് IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ തമിഴ്നാടിനായി സായി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 76 ശരാശരിയിൽ അദ്ദേഹം നേടിയത് ഏകദേശം 304 റൺസ് ആയിരുന്നു. ഡൽഹിക്കെതിരായ 213 റൺസിന്റെ മാരത്തൺ ഇന്നിംഗ്സിലും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനായും വലിയ റൺവേട്ടയാണ് സായി നടത്തിയിരിക്കുന്നത്. 11 മത്സരങ്ങളിൽ നിന്നും 509 റൺസാണ് താരം വാരിക്കൂട്ടിയിരിക്കുന്നത്. രോഹിത്തിന്റെ അഭാവത്തിൽ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഓപ്പണിംഗ് റോളിലെത്തുക KL രാഹുൽ ആയിരിക്കും. യുവതാരം യശസ്വി ജയ്സ്വാൾ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഈ ജോഡിയാണ് ടീമിനെ ഓപ്പൺ ചെയ്തത്. രാഹുൽ ജയ്സ്വാൾ ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം 3-ാം നമ്പറിൽ കളിക്കുക സായി ആയിരിക്കും. നേരത്തെ ഇന്ത്യൻ A ടീമുകൾക്കായി ലിസ്റ്റ് A ക്രിക്കറ്റിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളതും ഇതേ റോളിൽ തന്നെയാണ്. വിരാട് കോഹ്ലി ഇല്ലെങ്കിൽ 4-ാം നമ്പർ ലഭിക്കേണ്ടത് ശുഭ്മാൻ ഗില്ലിനാണ്. 2023 മുതൽ 3-ാമതായിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 37 മുകളിൽ ശരാശരിയും ഗില്ലിനുണ്ട്. 5-ാമനാര് എന്ന ചോദ്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി 5-ാമതായി കളിക്കാൻ പോകുന്നത് 2 പേരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ ശ്രേയസ് അയ്യർ ആണെങ്കിൽ മറ്റൊരാൾ മറുനാടൻ മലയാളിയാണ്. കരുൺ നായരിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കരുൺ നായരും ഈ സീസണിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. 2017-ന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ കളിച്ചിട്ടില്ലാത്ത താരം കൂടിയാണ് അദ്ദേഹം. എന്നാൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് കരുണിന്റെ പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാനും സാധിക്കില്ല. മാത്രമല്ല IPL-ലും മികച്ച പ്രകടനം കരുൺ നായർ കാഴ്ചവെച്ചിരുന്നു. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വിദർഭയ്ക്ക് വേണ്ടി 9 ഇന്നിംഗ്സുകളിൽ നിന്നും 53.15 ശരാശരിയിൽ അദ്ദേഹം അടിച്ചെടുത്തത് 863 റൺസാണ്. 3 സെഞ്ചുറികളും 2 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പായി രഞ്ജിയിൽ 690 റൺസും കരുൺ അടിച്ചെടുത്തിരുന്നു. എന്നാൽ ശ്രേയസിനെയും തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി 5 കളിയിൽ നിന്നും 68.50 ശരാശരിയിൽ 480 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ശ്രേയസിന്റെ റെക്കോർഡും വളരെ മികച്ചതായിരുന്നു. 81 മത്സരങ്ങളിൽ നിന്നും 6363 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 15 സെഞ്ചുറികൾ അടക്കമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കരുൺ, ശ്രേയസ് എന്നിവരിൽ ആരെ കളിപ്പിക്കുമെന്നതാണ് ഇന്ത്യയെ കുഴപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഷർദുൽ സ്ഥാനമർഹിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് ഒരു തിരിച്ചറിവ് അർഹിക്കുന്ന ആൾ സിം ബോളിംഗ് ഓൾറൗണ്ടർ ഷർദുൽ ഠാക്കൂർ ആണ്. കഴിഞ്ഞ സീസണിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി 505 റൺസാണ് നേടിയെടുത്തതിനൊപ്പം തന്നെ 35 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിരുന്നു. പേസ് ബോളിംഗിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും. മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരായിരിക്കും ടീമിലെ മറ്റ് പേസർ. രോഹിത്തിനും കോഹ്ലിയും ഇല്ലാതെ ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡ് ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, KL രാഹുൽ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, നിതീഷ് കുമാർ റെഡ്ഡി, ധ്രുവ് ജുറൈൽ, സർഫറാസ് ഖാൻ, കരുൺ നായർ, ഷർദുൽ ഠാക്കൂർ, രവീന്ദ്ര ജഡേജ, അക്ഷയ് പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാണ എന്നിവർ ടീമിനൊപ്പം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം.